കൈലാസത്തിൽ ലോകമാതാവായ പാർവതി ദേവിക്ക് ഒരു ആഗ്രഹം തോന്നി. തന്റെ അനുവാദമില്ലാതെ ആരും പ്രവേശിക്കരുത്. എന്നാൽ ശിവന്റെ വാഹനമായ നന്ദി പോലും അദ്ദേഹത്തിന്റെ ആജ്ഞയെ അനുസരിക്കും. അതിനാൽ ദേവി തനിക്കായി പൂർണ്ണമായും വിശ്വസ്തനായ ഒരു കാവൽക്കാരനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ദേവി തന്റെ ശരീരത്തിലെ ചന്ദനവും മഞ്ഞളും ഉപയോഗിച്ച് മനോഹരനായ ഒരു ബാലരൂപം ഉണ്ടാക്കി അതിന് ജീവൻ നൽകി. ആ ബാലൻ തന്റെ അമ്മയായ പാർവതി ദേവിയുടെ വാക്കിന് മാത്രമാണ് വില കൽപ്പിക്കേണ്ടതെന്ന് ഉറപ്പിച്ചു. ദേവി അവനോട് പറഞ്ഞു, മകനെ, ഞാൻ കുളിക്കാൻ പോകുകയാണ്. എന്റെ അനുമതിയില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. ഈ സമയം അവിടെ എത്തിയത് കൈലാസനാഥനായ പരമശിവനായിരുന്നു. താൻ പാർവതിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടും ആ ബാലൻ ശിവനെ തടഞ്ഞു. അമ്മയുടെ ആജ്ഞയല്ലാതെ മറ്റൊന്നും തനിക്ക് വലുതല്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു. ഇതിൽ കുപിതനായ ശിവനും ബാലനും തമ്മിൽ അതിശക്തമായ യുദ്ധം നടന്നു. ഒടുവിൽ കോപാകുലനായ ശിവൻ ബാലന്റെ തല ഛേദിച്ചു. കുളി കഴിഞ്ഞ് പുറത്തുവന്ന പാർവതി ദേവിക്ക് തലേറ്റ് കിടക്കുന്ന മകനെ കണ്ട് ദുഃഖം അടക്കാനായില്ല. ലോകം മുഴുവൻ ദേവിയുടെ കോപത്തിൽ വിറച്ചു. ശിവൻ ചെയ്തിലൂടെ ദേവി അങ്ങേയറ്റം ദുഃഖിതയായി. തന്റെ മകന് ജീവൻ തിരികെ നൽകണമെന്നും അവൻ എല്ലാവരുടെയും നേതാവായി ലോകത്തിൽ അറിയപ്പെടണമെന്നും ദേവി ആവശ്യപ്പെട്ടു. ദേവിയുടെ ദുഃഖം കണ്ടറിഞ്ഞ ശിവൻ തന്റെ ഗണങ്ങളോട് ഉടൻ തന്നെ വടക്ക് ദിശയിലേക്ക് പോയി ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഗണങ്ങൾ ഒരു ആനക്കുട്ടിയുടെ തലയുമായി തിരിച്ചെത്തി. ശിവൻ ആ ആനത്തല അറുത്തുമാറ്റപ്പെട്ട ശരീരത്തിൽ ചേർത്ത് പിടിപ്പിച്ച് അവന് ജീവൻ നൽകി. അങ്ങനെ ആനയുടെ മുഖത്തോടെ ആ ബാലൻ ഉയർത്തെഴുന്നേറ്റു. സന്തോഷവതിയായ പാർവതി ദേവിയുടെ മുൻപിൽ വെച്ച് ശിവൻ ആ ബാലൻ ഈ ഗണങ്ങളുടെ അധിപൻ എന്ന അർത്ഥത്തിൽ ഗണപതി എന്നും എല്ലാ വിഘ്നങ്ങളെയും അകറ്റുന്നവൻ എന്ന അർത്ഥത്തിൽ വിഘ്നേശ്വരൻ എന്നും നാമകരണം ചെയ്തു. അതോടൊപ്പം ലോകത്തിൽ ഇനി നടക്കുന്ന ഏതൊരു പൂജയിലും വഴിപാടുകളിലും പ്രാർത്ഥനകളിലും ആദ്യം ആരാധിക്കപ്പെടേണ്ടത് ഗണപതിയായിരിക്കുമെന്നും ശിവൻ അനുഗ്രഹം നൽകി. അങ്ങനെയാണ് ഗണപതി ഭഗവാൻ നമുക്ക് പ്രഥമപൂജ്യനായി മാറിയത്.